13 വർഷം, അതായത് ഏകദേശം 4700-ലധികം ദിവസങ്ങൾ. ഒരു വിരൽ പോലും അനക്കാൻ കഴിയാതെ, പുറം ലോകം കാണാതെ, ട്യൂബിലൂടെ നൽകുന്ന ഭക്ഷണവും യന്ത്രങ്ങൾ നൽകുന്ന പ്രാണവായുവും കൊണ്ട് മാത്രം ജീവൻ നിലനിർത്തിയ ഒരാൾ, ഹരീഷ് റാണ. ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ഇനി ആ പേരറിയപ്പെടുക ആ വേദനയിൽ നിന്ന് മോചനം നേടാൻ സുപ്രീം കോടതിയുടെ അനുമതി വാങ്ങിയ ആദ്യത്തെ വ്യക്തി എന്ന നിലയിലാകും. 2013 ഓഗസ്റ്റ് മാസത്തിലാണ് ഹരീഷ് റാണയുടെ ജീവിതം മാറിമറിഞ്ഞത്. ഛത്തീസ്ഗഡിൽ ബിടെക് വിദ്യാർത്ഥിയായിരുന്ന ഹരീഷ് ഒരു കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്ന് വീണതിനെ തുടർന്ന് തലച്ചോറിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം കോമയിലാണ്. ശരീരം പൂർണ്ണമായും തളർന്നുപോയ ഒരവസ്ഥ. സ്വന്തമായി ശ്വസിക്കാൻ പോലും കഴിയാതെ ട്യൂബുകളുടെ സഹായത്തോടെ മാത്രം നീണ്ട 13 വർഷങ്ങൾ. മകന്റെ ഈ നരകയാതനയും ചികിത്സാ ചെലവും താങ്ങാനാവാതെ വന്നപ്പോഴാണ് ഒടുവിലവന് സമാധാനപരമായ മരണം നൽകണം എന്നാവശ്യപ്പെട്ട ആ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചത്. ആദ്യം ഡൽഹി ഹൈക്കോടതി ഹർജി നിരസിച്ചെങ്കിലും സുപ്രീം കോടതി വിഷയം ഗൗരവമായി എടുത്തു. ചികിത്സ കൊണ്ട് ഒരു പുരോഗതിയും ഉണ്ടാകില്ലെന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പരിഗണിച്ച ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് ഹരീഷിന്റെ ജീവൻ നിലനിർത്തുന്ന സംവിധാനങ്ങൾ പിൻവലിക്കാൻ ചരിത്രപരമായ അനുമതി നൽകി. ഇതൊരു സാധാരണ മരണ വാർത്തയല്ല, മറിച്ച് വൈദ്യശാസ്ത്രത്തിനും നിയമത്തിനുമപ്പുറം മനുഷ്യത്വപരമായ ഒരു തീരുമാനമാണ്. വർഷങ്ങളായി ഹരീഷ് അനുഭവിച്ച കഷ്ടപ്പാടുകളും ആ മാതാപിതാക്കളുടെ കണ്ണീരിനും സുപ്രീം കോടതി ഒരു അന്ത്യം കുറിച്ചിരിക്കുന്നു. ദയാവധം അഥവാ പാസീവ് യുത്തനേഷ്യയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിക്കൊണ്ട് സമാനമായ അവസ്ഥയിലുള്ള മറ്റു കുടുംബങ്ങൾക്കും ഈ വിധി വലിയൊരാശ്വാസമാവുകയാണ്. ആ 13 വർഷത്തെ പോരാട്ടത്തിന് ഇവിടെ വിരാമമാകുന്നു.